ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ഇന്നത്തെ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ പൊടിയൊന്നും ഇടാതെ നമ്മൾ നല്ല വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ വറുത്തരച്ച് നമ്മളിവിടെ ഒരു പ്ലേറ്റ് പച്ചക്കറി കഷ്ണം എടുത്തിട്ടുണ്ട്. അതായത് മുരിങ്ങ, മത്തൻ, ചേന, ക്യാരറ്റ്, സവോള, പച്ചമുളക്, അങ്ങനെ പയറുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 2 പേർക്ക് 3 നേരം നല്ല സുഭിക്ഷമായിട്ട് കഴിക്കാവുന്ന ഒരു അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഫോളോ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സാമ്പാറിന് നമ്മൾ കഷ്ണങ്ങൾ അരിയുമ്പോൾ നല്ല ചതുര കഷ്ണങ്ങളാണ് അരിയാറ്. ഇതന്നെ നമ്മൾ അവിയലിന് വേണ്ടി അരിയുമ്പോൾ എപ്പോഴും കുറച്ച് നീളം കൂട്ടിയിട്ടാണ് അരിയാറ്. ഇതിന് പുറമെ നമ്മൾ എടുത്തിരിക്കുന്നതാണ് വെണ്ടക്ക. ഇതിപ്പോ നമ്മുടെ നാടൻ വെണ്ടക്ക കേട്ടോ, ഞങ്ങളുടെ മുറ്റത്ത് നട്ടിരിക്കുന്ന വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളിയും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മുന്നേ കാണിച്ച പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഇതിന് വേവിച്ചു കഴിഞ്ഞാല് ഇവനാകെ അലുത്തു പോകും. അപ്പം അവസാന തിളയിൽ നമുക്ക് ഇടേണ്ട സംഭവമാണ് തക്കാളി. പിന്നെ നമ്മളിവിടെ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ചെയ്യാൻ പോകുന്നുണ്ട് വെണ്ടക്ക വെച്ചിട്ട്. വെണ്ടക്ക ഒന്ന് മൊരിച്ചെടുത്തിട്ട്, അതായത് ഒന്ന് പൊരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ അതിന്റെ ഗുട്ടൻസ് മനസ്സിലാക്കാൻ വീഡിയോ മൊത്തമായിട്ട് കാണുക. ഒരു കഷ്ണം വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് നന്നായി അലിയിച്ചു വെച്ചതാണ് ഇതിലേക്കുള്ള മറ്റൊരു ചേരുവ. ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞതും 2 മണിക്കൂർ മുന്നെയെങ്കിലും കുതിർത്തി വെച്ച സാമ്പാർ പരിപ്പുമാണ് നമുക്ക് വേണ്ട മറ്റുള്ള ചേരുവ. അടുത്തതായിട്ട് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയത്, 4 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 വറ്റൽ മുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയാണ് നമ്മളിവിടെ വറുത്തരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വെള്ളത്തിലിട്ട പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 2 തവണയെങ്കിലും കഴുകിയിട്ട് വേണം പരിപ്പെടുക്കാൻ, അതിലെ പൊടിയോ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് പച്ചക്കറികൾ മൊത്തം നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പച്ചക്കറിക്ക് നെകക്കനെ നിൽക്കുന്നത് പോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനിയൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇൻ കേസ് കുറച്ചൊക്കെ ഒന്ന് മാറിപ്പോവാണെങ്കിലും കുഴപ്പമില്ല, പിന്നീട് ഉണ്ടാക്കുന്ന നേരത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മൊത്തം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാവുന്നതാണ്. 4 വിസില് മീഡിയം ഫ്ലെയിമിൽ വരുന്നതാണ് ഈ പച്ചക്കറി വേവുന്നതിന്റെ കണക്ക്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചെരുവം വെച്ച് അത് ചൂടാക്കി അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു അരമുറി തേങ്ങ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിന്റെ കൂട്ടത്തിലേക്ക് നേരെ ആഡ് ചെയ്യാണ് ഇഞ്ചി, പിന്നെ വറ്റൽമുളക്, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി. അത് നന്നായിട്ട് അങ്ങ് വറുത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും വറുത്തരച്ചുണ്ടാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇൻസ്റ്റന്റ് സാമ്പാർ പൊടിക്ക് ഒരിക്കലും ഈ ഒരു ടേസ്റ്റ് നൽകാൻ പറ്റില്ല. പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒന്നും കൂടി പറയാം. 4 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വറ്റൽ മുളക് 3 എണ്ണം, പിന്നെ ഓരോ ടീസ്പൂൺ കുരുമുളകും ചെറുജീരകവും, പിന്നെ കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിനും താഴെ കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്, പക്ഷെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ളൊരു ടേസ്റ്റ്
ഉള്ളൊരു സാമ്പാർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സമ്പ്രദായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരകല്ലിൽ അരക്കലും എല്ലാം. നമുക്ക് അരകല്ലില്ലാത്ത കാരണം നമ്മളിതെല്ലാം ചേർത്തിട്ട് പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കും. പക്ഷേ ടേസ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് ഈ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യുന്ന മസാലപ്പൊടികൾ. അപ്പൊ നല്ല ബ്രൗണിഷ് നിറത്തിൽ നമ്മുടെ വന്നിട്ടുണ്ട് വറവ്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പം ഇനി നമ്മളിതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പിന്നെ ബാക്കിയുള്ള എല്ലാ മിശ്രിതം കൂടി ഇപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിന് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പൊ നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അരയ്ക്കുമ്പോൾ ഇതുപോലെ നല്ലോണം അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലോണം അരച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വെണ്ടക്ക ഈ പറഞ്ഞ പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമ്മളിങ്ങനെ വെണ്ടക്ക കുറച്ചൊന്ന് മൊരിയിച്ചെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വെണ്ടക്ക അലുത്തു പോകത്തില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ സാമ്പാറിലൊക്കെ വീണ് കഴിഞ്ഞാൽ വെണ്ടക്ക കണ്ടില്ല ചിലതൊക്കെ അലുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് നല്ല കട്ടിക്കിരുന്നോളൂ. കുറച്ച് മൊരിയിച്ചാൽ മതി, ഒരുപാട് മൊരിയിക്കേണ്ട. ഒന്ന് സ്റ്റിഫ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് അത് മാറ്റാം. ഇപ്പൊ അതാ നമ്മുടെ പച്ചക്കറി കഷ്ണം നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചത് 4 വിസിലെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് എല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അടപ്പ് മാറ്റിയിട്ട് ഒന്നും കൂടി അത് തിളപ്പിക്കാൻ വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം നമ്മൾ തിളപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നേരം തീ ഓണായി തന്നെ ഇരിക്കണം. ഈ അരപ്പ് നമ്മുടെ കഷ്ണങ്ങളിലേക്കെല്ലാം നല്ലോണം അതങ്ങ് തിളച്ച് മറിയണം. ഇനിയാണ് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ തിളയ്ക്കുന്ന നേരത്ത് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അതുപോലെ നമ്മൾ നേരത്തെ മൊരിയിച്ച് വെച്ചിരിക്കുന്ന വെണ്ടക്ക കൂടി നമുക്ക് ഈ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുളിവെള്ളത്തിൽ നിന്നും പുളിയുടെ ചണ്ടി മൊത്തം മാറ്റിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1/4 കപ്പിന് മേലെ ഉണ്ട് ആ വെള്ളം തന്നെ. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണം ഇപ്പോഴേ വരുന്നുണ്ട്. നല്ല വറുത്തരച്ച തേങ്ങയൊക്കെ ആഡ് ചെയ്തത് കാരണം നല്ലൊരു വാസന ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ആണ്. ഇനി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കണം. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഈ സാമ്പാറിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് സാമ്പാറിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്ക പീസൊക്കെ കണ്ടില്ല, അപ്പൊ നല്ല ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതാ നല്ല വെടിക്കെട്ട് പീസ് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ.
നമ്മൾ നല്ല അരച്ചു വെച്ചിരിക്കുന്നതാണ്. നല്ല കൊഴുത്ത സാമ്പാറാണ് കിട്ടിയിരിക്കുന്നത്. ചാറൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ സാമ്പാറൊക്കെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോന്ന് അറിയണമല്ലോ. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മള് ചോറിന് നടുക്കൊക്കെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടേ അതിനുശേഷം വേണം നന്നായിട്ട് എടുക്കാൻ. നമുക്ക് നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല കുറുകിയ സാമ്പാറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഈ കുഴിയിലേക്ക് മെല്ലെ ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് കഴിക്കാൻ നേരത്ത് നമുക്ക് പപ്പടം ഉണ്ടായിരുന്നില്ല. അത് കാരണം എന്ത് ചെയ്തു, ഒരു മീൻ വറുത്തത് എടുക്കുകയാണ്. നമ്മൾ ഈ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ശരിക്കും, പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ആക്ച്വലി നമുക്ക് അറിയണമെന്നുണ്ടല്ലോ. ഈ ചൂടോട് കൂടി കഴിക്കരുത്. നാളത്തെ ദിവസം തണുപ്പിച്ചിട്ട് കഴിക്കണം. നല്ല സാമ്പാറാണ്. സദ്യക്ക് കിട്ടുന്ന പോലെ അതേ സാമ്പാർ. എന്തൊരു മീൻ പൊരിച്ചും കഴിക്കാൻ. പപ്പടം ഉണ്ടെങ്കിൽ അതായാലും മതി. നല്ലോണം നല്ല തുമ്പപ്പൂ ചോറ് നല്ല സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ടല്ലോ, പഴയ നൊസ്റ്റാൾജിയ. അടിപൊളി. അപ്പൊ എല്ലാരും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ഒരു ബെൽ ബട്ടണും എല്ലാം അമർത്തിക്കോളൂ കേട്ടോ. അപ്പം ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്.